ശബരിമലയിലെ തിരക്ക് ക്രമീകരിക്കാൻ ഇടത്താവളങ്ങളിൽ നിയന്ത്രണം അനിവാര്യമെന്ന് എഡിജിപി എം.ആർ. അജിത് കുമാർ. ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ് തിരക്ക്. ദർശനത്തിന് എടുക്കുന്ന സമയമാണ് പ്രശ്നമെന്നും എം.ആർ. അജിത് കുമാർ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെയധികം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം, വളരെയധികം ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ് നമ്മുടെ ബെസ്റ്റ് എഫേർട്സ് നിങ്ങൾ കാണുന്നതാണ് വേണ്ട മതി, ഇത്ര കയറ്റിയിട്ട് പോലും ഇപ്പോഴും ക്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പാച്ചി മേട് വരെയാണ്. ഈ ശബരിമലയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനും അധികമായിട്ടാണ് ഇൻഫ്ലോ വരുന്നത്. നമ്മൾ പക്ഷേ കണ്ട പ്രശ്നം എന്ന് പറയുന്നത്, ബുക്കിംഗ് ചെയ്ത ആൾക്കാർ കൂടാതെ ബുക്ക് ചെയ്യാത്തവരും അതുപോലെ തന്നെ മുൻ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചയക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആയിട്ടാണ് ഇപ്പോൾ ക്രൗഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യൂവിൻ്റെ ടെയിൽ താഴോട്ട് പോവുകയും ഭക്തന്മാർക്ക് കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഈ നിലയിൽ ഇപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ അടുത്ത ജനുവരി 12-ാം തീയതി വരെ ദേവസ്വം ബോർഡ് റിലീസ് ചെയ്ത വെർച്വൽ ക്യൂവിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബുക്കിംഗ് ആണ് 80,000. ആ ഫുൾ ബുക്കിംഗ് പ്ലസ് ബുക്കിംഗ് ഇല്ലാത്ത ആൾക്കാരെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞ 10 ദിവസങ്ങളുള്ളതുപോലെ തന്നെ ഏതാണ്ട് 1,00,000 മേലെ ആൾക്കാർ സന്നിധാനത്ത് എത്തുന്നുള്ളതാണ് കണക്കുകൾ.